ലൈലത്തുൽ ഖദറിൽ വിശ്വസിക്കുക, അതുമായി ബന്ധപ്പെട്ട പോരിശകളിൽ വിശ്വസിക്കുക, അതുമായി ബന്ധപ്പെട്ട റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ആ രാത്രിയെ ഏതെങ്കിലും നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഇൻഷാ അള്ളാഹ് ആ വ്യക്തിക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ഓഹരി ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഓഹരി ലഭിക്കുന്ന ആളുകളിൽ ഏറ്റവ്യത്യാസമുണ്ടാകും അവരുടെ അമലുകൾക്കനുസരിച്ച്. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 5 മർത്തബകളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിന്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ നമസ്കാരത്തിന് പ്രാധാന്യമുണ്ടല്ലോ. ഉലമാക്കൾ പറഞ്ഞു രാത്രി എങ്ങനെയാണ് നാം ജീവിപ്പിക്കേണ്ടത്. അതിന് 5 മർത്തബകളുണ്ട്. ഞാനത് ഓരോന്നായി പറയാം. 1, രാത്രി മുഴുവൻ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇശാ നമസ്കാരത്തിന് ശേഷം അല്പം പോലും ഉറങ്ങാതെ സുബ്ഹി ബാങ്ക് വരെ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുക, നമസ്കാരവും മറ്റ് കാര്യങ്ങളുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു. അഹ്യാ ലൈലഹു എന്നാണ്, രാത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രവാചകൻ രാത്രി മുഴുവനായോ അതല്ലെങ്കിൽ രാത്രിയുടെ 90% ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തി. ഇതാണ് ഏറ്റവും അഫ്ളലായ മർത്തബ. ഈ ആളുകൾക്കാണ് ഏറ്റവും അധികം ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാ ഫളായിലുകളും പ്രതീക്ഷിക്കാവുന്നത്. രാത്രിയെ മുഴുവൻ സജീവമാക്കുന്ന ആളുകൾക്കാണ്. ഇതാണ് 1ാമത്തെ മർത്തബ. 2ാമത്തെ മർത്തബ ഉലമാക്കൾ വിശദീകരിച്ചു. രാത്രിയുടെ ആദ്യ ഭാഗവും ജീവിപ്പിക്കുക, അവസാന ഭാഗവും ഉപയോഗപ്പെടുത്തുക. അതിനിടയിലുള്ള സമയം അയാൾ ഉറങ്ങിയാലും കുഴപ്പമില്ല. ഇത് 2ാമത്തെ മർത്തബയാണ്. എന്ന് പറഞ്ഞാൽ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കരിക്കുക, ഖുർആൻ ഓതുക, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നീട് കിടന്നുറങ്ങുക, പിന്നീട് വീണ്ടും സുബഹിയുടെ മുമ്പായി എഴുന്നേറ്റ് വീണ്ടും അല്പം നമസ്കരിക്കുക, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക. ഇങ്ങനെ രാത്രിയുടെ 2 അറ്റങ്ങളെ ജീവിപ്പിക്കുന്ന ആളുകൾ, ഇത് 2ാമത്തെ മർത്തബയാണ്. തീർച്ചയായും അവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ ഓഹരി ലഭിക്കുന്നതാണ്. 3ാമത്തത് രാത്രിയുടെ അവസാന യാമം സജീവമാക്കുക എന്ന് പറഞ്ഞാൽ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ കിടന്നുറങ്ങി. എന്നാൽ അവസാന യാമത്തിൽ എഴുന്നേറ്റ് സുഹൂറിൻ്റെ സമയത്ത്, അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഖുർആൻ ഓതുകയും മറ്റു അദ്കാറുകൾ ചൊല്ലിക്കൊണ്ട് രാത്രിയുടെ അവസാനത്തെ ജീവിപ്പിക്കുക. ഇതാണ് 3ാമത്തെ മർത്തബ. 4ാമത്തത് രാത്രിയുടെ തുടക്കത്തെ സജീവമാക്കിയിട്ട് പിന്നെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെയാണ്, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഖുർആൻ ഓതുകയും എല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് കിടന്നുറങ്ങാം. അവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ ഓഹരി പ്രതീക്ഷിക്കാവുന്നതാണ്. 5ാമത്തത് ഉലമാക്കൾ പറഞ്ഞു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിനെല്ലാം സാധിക്കാതെ പോകുന്ന ചില ആളുകളുണ്ട്. ഒന്നുകിൽ യാത്ര കൊണ്ട്, അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, മറ്റു ശുഗലുകൾ കൊണ്ട്, ഇങ്ങനെ പല നിലക്കും ഇതിന് സാധിക്കാതെ പോകുന്ന ആളുകൾക്കും ഒരു നിലക്കും ലൈലത്തുൽ ഖദർ ലഭിക്കില്ല എന്നുണ്ടോ? ഇല്ല. മറിച്ച് അവർ പറഞ്ഞു ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും അതേപോലെ തന്നെ സുബഹി നമസ്കാരവും ജമാഅത്തായി നിർവഹിച്ചാൽ അവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ ഒരംശം, ഒരു ചെറിയ ഓഹരി അവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ജമാഅത്തായി നിർവഹിച്ചാൽ. പ്രത്യേകിച്ചും അവർ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ വമൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ ലൈല കുല്ലഹു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ രാത്രി പകുതി വരെ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാലോ ഇത് രണ്ടും കൂടി ഒത്തുവന്നാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 നമസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും ലൈലത്തുൽ ഖദറിൻ്റെ ഒരംശം അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി തീരെ നമസ്കരിക്കാൻ പറ്റാത്ത ആളുകളോ, ഉദാഹരണത്തിന് സ്ത്രീകളെ പോലെ നമസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണെങ്കിൽ അവർക്കും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായും. രോഗികളായി കിടക്കുന്നവർക്ക് പ്രതീക്ഷിച്ചുകൂടെ? അതേപോലെ തന്നെ വലിയ ജോലി തിരക്കുകൾ, ഒരിക്കലും ഒഴിയാൻ പറ്റാത്ത മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ട്, അവർക്കും പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായും. അവരുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ ഈമാനും ഇഹ്തിസാബും ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവർക്ക് ശരിക്കും യഖീനായ വിശ്വാസമുണ്ടെങ്കിൽ അവർ നാവിൽ പ്രാർത്ഥനകൾ ഉരുവിടട്ടെ, ലൈലത്തുൽ ഖദർ ലഭിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് തേടട്ടെ. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പാടില്ലെങ്കിലും, അതേപോലെ തന്നെ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ലെങ്കിലും അവർക്ക് മെമ്മറിയിൽ നിന്ന് ഖുർആൻ ഓതാം, മൊബൈൽ ഫോണിൽ നിന്ന് ഖുർആൻ ഓതാം, മറ്റു സംവിധാനങ്ങളിലൂടെ ഖുർആൻ ഓതാം. മുസ്ഹഫ് സ്പർശിക്കരുത് എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ അവർക്ക് ദിക്റുകൾ, തൗബ, പ്രാർത്ഥന ഇതെല്ലാം അവർക്കാകാവുന്നതാണ്. അതുകൊണ്ട് അവർക്കും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു 5 മർത്തബ. അവിടെ ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, രാത്രിയെ മുഴുവൻ ജീവിപ്പിക്കലാണ്. ഈ 10 ദിവസവും രാത്രിയെ മുഴുവൻ ജീവിപ്പിക്കൽ തന്നെയാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ടതില്ല. അതിന് സാധിക്കാതെ വരുമ്പോൾ രാത്രിയുടെ 2 അറ്റങ്ങളെ ജീവിപ്പിക്കുക. അതിനും കഴിയാതെ വരുമ്പോൾ അവസാന യാമത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതിനും പറ്റില്ലെങ്കിൽ ഇശായിന് ശേഷമുള്ള സമയമെങ്കിലും ഉപയോഗപ്പെടുത്തുക. ഇതിനും കഴിയാത്തവർ ഇശാവും സുബയുമെങ്കിലും ജമാഅത്തായി അത് നിർവഹിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമസ്കാരവും പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഖുർആനിൻ്റെ പാരായണത്തിലും ദിക്റുകളിലും ദുആകളിലും മറ്റു സൽക്കർമ്മങ്ങളിലും മുഴുകി ആ രാത്രി അല്പമെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അള്ളാഹ് അവരുടെ ഈമാനും ഇഹ്തിസാബും ശരിയാണെങ്കിൽ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഓഹരി അവർക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ നാം എത്ര കൂടുതൽ അമലുകൾ ചെയ്യുന്നുവോ അത്രയും കൂടുതൽ നമുക്ക് അതിൻ്റെ ഖൈറാത്തുകൾ പ്രതീക്ഷിക്കാം.
വീക്ഷിക്കാം. അതുകൊണ്ട് ഇതൊരിക്കലും അമലുകളെ നിരുത്സാഹപ്പെടുത്താനല്ല, എന്നാൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി പണ്ഡിതന്മാർ വിശദീകരിച്ചത് പറഞ്ഞു എന്ന് മാത്രം. കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ.